സാർ അറിഞ്ഞോ ഒരു കാര്യം? ട്രംപ് നമ്മുടെ തീരുവ എല്ലാം ഇന്ത്യക്ക് തന്നതെല്ലാം വേണ്ടെന്ന് വെക്കാൻ പോവാണ്. ആൻഡ് പുതിയ ആനുകൂല്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പോവാണ് ഇന്ത്യക്ക്. അതെന്താ കാരണം എന്നറിയോ? ട്രംപിന് ഇന്ത്യ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീഹാർ എക്കോണമിയിലേക്ക് വരുവാണോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ബീഹാർ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ ഡെഡ് എക്കോണമി ആണോ എന്നൊക്കെ ഇവിടെ വന്ന് പരീക്ഷിക്കാനായിരിക്കും പുള്ളി വിചാരിക്കുന്നത്. നിതീഷ് കുമാറിനെ ഇഷ്ടപ്പെട്ടതായിരിക്കും. ബീഹാറാണ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത്. അവിടെ സ്ഥിര താമസാക്കാൻ പോവാണ്. അവിടുത്തെ ഒരു അഡ്രസ് വരെയും പുറത്തു വന്നിട്ടുണ്ട്, എവിടെയാണ് താമസിക്കാൻ. കൊള്ളാമല്ലോ. ഇലോൺ മസ്ക് ജപ്പാനിൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നു, ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം നിക്കി ഹാലി പറഞ്ഞിരുന്നു അദ്ദേഹത്തിനോട്. യു എന്നിലെ പ്രതിനിധിയാണല്ലോ നിക്കി ഹാലി. അവര് പറഞ്ഞു ഭാരതവുമായുള്ള ബന്ധം നിങ്ങൾ തകർക്കരുത്, അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. ഈ ചുങ്കക്കളി അവരോട് വേണ്ട, ചുങ്കഭീകരത വേണ്ട എന്ന് പറഞ്ഞു. ചിലപ്പോ അതനുസരിച്ചിട്ട് സൗഹൃദം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നതാണോ ബീഹാറിലേക്ക്? കാരണം തെരഞ്ഞെടുപ്പാ. അവിടെ ട്രംപ് കുറെ നാൾ എന്തായാലും വരും അല്ലേ? ട്രംപല്ല നമ്മുടെ നരേന്ദ്രമോദി ചിലപ്പോ വരും. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ മോദിയെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുക, അതിനുവേണ്ടി വരുന്നതാണോ? ഇപ്പൊ ചൈനയുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാം. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ ചൈനയിലേക്ക് പോവുക. അതെങ്ങനെങ്കിലും ഒന്ന് തിരിച്ച് പോകുന്ന വഴിയൊന്ന് മുടക്കാൻ വേണ്ടിയുള്ള വരവാണോ? പണ്ട് ഹനുമാൻ ഭീമൻ അവിടെ പുഷ്പം ശേഖരിക്കാൻ പോയപ്പോ, കല്യാണ സൗഗന്ധികം പുഷ്പം ശേഖരിക്കാൻ പോയപ്പോ വഴി തടസ്സമായിട്ട് കിടന്നതുപോലെ കിടക്കാൻ വന്നതാണോ എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം ചൈനയോട് അടുത്താണല്ലോ ഈ ബീഹാർ. അപ്പൊ എന്തായാലും കൊള്ളാം. ഇപ്പൊ ട്രംപിന് ജനങ്ങളും നമ്മൾ ആരും അറിയാത്ത ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പൊ നൽകാൻ പോവാണ്. ട്രംപിന് ബീഹാറിൽ ഒരു വീടുണ്ട്. ഉണ്ട്, ഞാൻ അറിയാമോ? ബീഹാറിലെ സമസ്തിപൂരിലാണ് വീട്. വിലാസം കേൾക്കണോ? വിലാസം കൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഡൊണാൾഡ് ട്രംപ് 13-ാം വാർഡ്, കൃത്യം തെറ്റിപ്പോകരുത്, 13 ബക്കർപൂർ PO, മൊഹിയുദ്ദീൻ നഗർ, സമസ്തിപൂർ, ബീഹാർ. ഇതാണ് അഡ്രസ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, കാരണം എഴുതിയെടുക്കേണ്ട പ്രേക്ഷകർക്ക് എഴുതിയെടുക്കണമല്ലോ. ഡൊണാൾഡ് ട്രംപ് 13-ാം വാർഡ്, ബക്കർപൂർ PO, മൊഹിയുദ്ദീൻ നഗർ, സമസ്തിപൂർ, ബീഹാർ. എന്തുണ്ടെങ്കിലും നേരിട്ട് അവിടെ ഈ അഡ്രസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു വിലാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് വോട്ടേഴ്സ് ID കാർഡ് ഇഷ്യൂ ചെയ്യണം. നിതീഷ് കുമാർ ഭരിക്കുന്ന ബീഹാറിൽ പണ്ട് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും റാബ്രി ദേവിയും ഭരിച്ച ബീഹാറിലെ ഒരു വോട്ടർ ID കാർഡിന് വേണ്ടിയുള്ള അപേക്ഷയുടെ മാതൃകയാണ്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് കള്ളവോട്ട് നേടി ഇന്ത്യയിൽ മോദിയെ തോപ്പിക്കാൻ വേണ്ടിയാണോന്നും നമ്മൾ സംശയിക്കണം. അതിനുവേണ്ടിയാണോ അഞ്ജന? ഇങ്ങനെയുള്ള കള്ളവോട്ട് ഇനി ചിലപ്പോ ഡൊണാൾഡ് ട്രംപിന്റെയും വ്ളാഡിമിർ പുടിന്റെയും എല്ലാവരുടെയും ഒക്കെ ഇതിനകത്ത് കാണും. സെലൻസ്കിയുടെ, വ്ളാദിമിർ സെലൻസ്കിയുടെ ഒക്കെ പേരുകൾ, ചിലപ്പോ ഷീ ജിൻപിങ്ങിന്റെ ഒക്കെ പേരിൽ വോട്ടുകള് ഓരോരുത്തർ വാങ്ങിക്കുക. ആരാ വാങ്ങിക്കുന്നത്? അവിടുത്തെ RJD, അവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ വാങ്ങിച്ചിട്ട് ആ പേരും വെച്ചുകൊണ്ട് വോട്ട് ചെയ്യുക. അങ്ങനെ കള്ളവോട്ടിന്റെ 59 ലക്ഷം കള്ള വോട്ടുകളാണ് ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്തത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി പറയുന്നത് BJPക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ വോട്ട് പിടിക്കുകയാണ്. കള്ള വോട്ടുകൾ ഇല്ലാതാക്കി. ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു പ്രക്രിയ, ഇന്റൻസീവ് ആയിട്ടുള്ള, അതായത് സമഗ്രമായിട്ടുള്ള വോട്ടർ പട്ടിക പരിശോധന നടത്തി. ഇതാണ് ഇന്ത്യ മുന്നണി വലിയ ബഹളമാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്റെ അടുത്ത് ഒരൊറ്റ പരാതി ഇതുവരെ കിട്ടില്ല. കാരണം പരാതി കൊടുക്കാൻ പറ്റില്ല. കള്ള വോട്ട് പോലല്ല, കള്ള പരാതി കൊടുക്കാൻ പറ്റില്ല. അത് പൊളിയും. ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ സത്യം പറയും. ഇനി പാർലമെന്റ് തടസ്സപ്പെടുത്താനിരിക്കാത്ത 1 മാസമായിട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം വെച്ചിട്ടാണ്. എന്നിട്ട് ഈ കള്ള വോട്ടുകളുടെ ആസൂത്രകന്മാർ ഒറ്റ പരാതിയും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കില്ല. പാർലമെന്റ് നടത്താനും സമ്മതിക്കുകയില്ല. ഈ 59 ലക്ഷം വോട്ട് കിട്ടിയെങ്കിൽ തങ്ങൾക്ക് എവിടെ ജയിക്കാൻ പറ്റൂ, നാണം കെട്ട ഒരു പരാജയം ഒഴിവാക്കാൻ പറ്റൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ ബലം പിടിക്കുന്നത്. പരാതി കൊടുക്കാൻ പറ്റില്ല, കാരണം അത് വ്യാജമാണെന്ന് മനസ്സിലാവും. കാരണം ഇതുപോലെ ഡൊണാൾഡ് ട്രംപ്, റോബർട്ട് കെന്നഡി,
എന്നൊക്കെയുള്ള പേരുകളിലാണ്. ഇന്ത്യ അലയൻസ് അവരുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേരുടെ വോട്ടേഴ്സ് ഐഡിയിൽ നിന്ന് അവരുടെ പേര് വെട്ടി എന്നുള്ളതാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ ഞങ്ങൾ പേര് ഒന്നും ആരുടെയും വെട്ടിയിട്ടൊന്നുമില്ല, വ്യാജന്മാരുടെ പേര് മാത്രമേ ക്ലെയിം നിങ്ങൾക്ക് വോട്ട് വേണോ, ഈ പേരിൽ വോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ നൽകൂ, ഒറ്റയാൾ അപേക്ഷ കൊടുക്കാൻ പറ്റും. കാരണം മരിച്ചവരുടെ വരെ പട്ടിക, ഈ പകുതി പേര് മരിച്ച ആൾക്കാർ അവരുടെ പേരിൽ വോട്ട് ചെയ്തുകൊണ്ടാണ് ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവരുടെ വ്യാജമാണെന്ന് വ്യക്തമായില്ലേ? വ്യാജമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് പാർലമെന്റ് നടത്തി അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായില്ലേ? ഡെഡ് എക്കോണമിയാണ് ഇന്ത്യ എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിന് കൈയടിച്ചത്. ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യ ഡെഡ് എക്കോണമിയാണ്. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിച്ചത് ഞാനാണെന്ന് ട്രംപിനെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ID കാർഡ് ഇവിടെ കൊടുക്കാം. അമേരിക്കയിൽ നമുക്ക് റെസിഡൻസ് വിസ കിട്ടാൻ വലിയ പ്രയാസമാണ് ഇപ്പോ. ഇന്ത്യയിൽ ഒരെണ്ണം ഒപ്പിച്ചു കൊടുക്കാം. കാരണം രാഹുൽ ഗാന്ധിക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടല്ലോ, അതാണല്ലോ അദ്ദേഹം അഹങ്കരിക്കുന്നത്. ഇന്ത്യയിലും സിറ്റിസൺഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടനിലും ഉണ്ട്. ബ്രിട്ടനിലാകാൻ 2 സിറ്റിസൺഷിപ്പ്, ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. പക്ഷെ ഇന്ത്യയിൽ അത് അനുവദിക്കത്തില്ല. ഈ കാര്യം അറിയാതെ എനിക്ക് എവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടാലും എനിക്ക് അങ്ങോട്ട് പോകാനോ എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം അതാ കൂടുതൽ ബ്രിട്ടനോടും യൂറോപ്യൻ രാജ്യങ്ങളോടും അമേരിക്കയോടും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ വന്ന് ജനാധിപത്യം സ്ഥാപിക്കണമെന്നാണ് ട്രംപിനോട് അമേരിക്കൻ ഭരണകൂടത്തിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ ട്രംപ് പറഞ്ഞത് വേദവാക്യമായിട്ട് ഇന്ത്യൻ എക്കോണമി ഡെഡ് ആയല്ലോ എന്നും പറഞ്ഞ് സന്തോഷിച്ച് പാട്ടും പാടി നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ കാരണം മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി തന്നെ. അതിന്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയ ഒരു അജണ്ട സെറ്റ് ചെയ്തതായിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഇതിന്റെ പിന്നിലുണ്ട്. നോക്കൂ എത്ര നാണം കെട്ടതാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ്. ഇതപ്പോ തിരുത്തണ്ടേ? ഇതും വെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് വോട്ട് കൊടുക്കണമെന്നാണോ, ഇന്ത്യയെ വന്ന് വോട്ട് ചെയ്യണമെന്നാണോ ഇന്ത്യ മുന്നണി പറയുന്നത്? ഇതിന് എല്ലാ പ്രതിപക്ഷ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഉണ്ട്. ഇതിപ്പോ നമ്മള് ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയുന്നു, അത് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. പക്ഷെ ഇത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ തമാശ രൂപേണ ഇതൊന്ന് എല്ലാവരുടെ ഇടയിലൊന്ന് തമാശ രൂപേണ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യവും ആയിക്കൂടെ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ വോട്ടേഴ്സ് ഐഡി വ്യാജമായിട്ട് അവിടെ നടത്തുന്നത് എല്ലാവർക്കും അറിയാം ബീഹാറില്. അപ്പൊ അതിനെ ഒന്ന് കളിയാക്കിയും കൊണ്ട് ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഇറക്കിയതാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഈ പ്രക്ഷോഭം തുടങ്ങുന്നതിന് മുമ്പ് ജൂലൈ 29-നാണ് ഈ ട്രംപിന്റെ പേരിലുള്ള അജ്ഞാതനായ വ്യക്തി വ്യാജ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 29-നാണ്. ഇത്രയും പ്രശ്നമാവുന്നതിന് മുമ്പാണ് അത് ചെയ്തിരിക്കുന്നത്. ജൂലൈ 29-നാണ് ഒരു വ്യക്തി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇത്? കാരണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഈ അഡ്രസ്സിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് അറിയില്ല, ഇത് കിട്ടില്ലെന്നും അറിയില്ല. അങ്ങനെയാവാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ജൂലൈ 29-ന് സംഭവിച്ചൊരു കാര്യമാണ് നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ആവാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പലതും ഉണ്ടാവുന്നേ, കൂട്ടത്തിൽ ഒരെണ്ണെടുത്ത് ചൂണ്ടിക്കാണിച്ചെന്ന് പറയും. ഇനി പലരുടെയും പേരിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം സാധാരണപ്പെട്ട ആൾക്കാരൊന്നും ഇത് ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇത് പിടിക്കപ്പെടും എന്നുള്ളത് അവർക്കറിയാം. ഈ അപേക്ഷ ചെന്നിരിക്കുന്ന അഡ്രസ്സ് ഏതാണെന്ന് നോക്കുമല്ലോ. ഇത് ഓൺലൈനാണ്. ഓൺലൈൻ ആകുമ്പോൾ സോഴ്സ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഓൺലൈനിൽ ചെന്നിരിക്കുന്ന അപേക്ഷയാണ്. ഇതെവിടുന്ന സോഴ്സ് എന്ന് കണ്ടുപിടിക്കുമല്ലോ. അപ്പൊ ഇതങ്ങനല്ല, വ്യാപകമായിട്ട് ഓൺലൈനിൽ ഇങ്ങനെ കെട്ടുകണക്കിന് കള്ള പാസ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഫാക്ടറികൾ പലയിടത്തും പ്രവർത്തിക്കുന്നത് പോലെ അമേരിക്കയിലുണ്ട്. ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ്, PhD നല്ലൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD കിട്ടും. അങ്ങനെ വാങ്ങിച്ച പലരും ഉണ്ട്, ഡോക്ടർ എന്ന് പറഞ്ഞറിയപ്പെട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടറി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഫാക്ടറികൾക്ക് വേണ്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രക്ഷോഭവും പാർലമെന്റ് സ്തംഭിപ്പിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതില്ലാതാക്കാൻ ശ്രമിച്ച ഇലക്ഷൻ കമ്മീഷനെ എല്ലാവിധ ആരോപണങ്ങളും ഉന്നയിച്ച് അവർ തകർക്കാൻ ശ്രമിക്കുന്നു, ഭരണഘടനയെ തന്നെ. നോക്കൂ, അഴിമതി, ഇതുപോലുള്ള കള്ളത്തരങ്ങൾ, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണോ പ്രതിപക്ഷത്തിന്റെ ചുമതല?